ഓൺലി പറഞ്ഞത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻ ആണ് പറയുന്നത്. ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻ ആണ് പറയുന്നത്. ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻ നമുക്ക് പലതരത്തിൽ പറയാം. ഫസ്റ്റ് ഒന്നാണ് ഡിലീഷൻ, അഡീഷൻ ഓർ ഇൻസർഷൻ, മൂന്നാമത്തെ ഒരെണ്ണമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഫോർത്ത് ടൈപ്പ് ആണ് പോയിന്റ് മ്യൂട്ടേഷൻ. ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ്. ഓക്കെ ആണല്ലോ. അതിൽ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ബേസ് പെയറിനെ മാത്രം അഫക്ട് ചെയ്യുന്നതാണ് പോയിന്റ് മ്യൂട്ടേഷൻ. ഇപ്പോൾ ഇവിടെ അഡിൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ തൈമിൻ വരും. അപ്പൊ നമുക്ക് ഇതിനെ വിളിക്കാം ഒരു ബേസ് പെയർ. ഇവിടെ ഗ്വാനിൻ വരികയാണെങ്കിൽ ഇവിടെ സൈറ്റോസിൻ വരും, നമുക്ക് ഇതിനെ വിളിക്കാം ഒരു ബേസ് പെയർ. ഇവിടെ തൈമിൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡിൻ വരും, നമ്മൾ ഇതിനെ വിളിക്കാം ഒരു ബേസ് പെയർ. ഈ ബേസ് പെയർ പോകുന്നു അല്ലെങ്കിൽ ബേസ് പെയർ പുതിയ ഒരെണ്ണം വരുന്നു, നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് മ്യൂട്ടേഷൻ. ഒരു സിംഗിൾ ബേസ് പെയറിനെ മാത്രം അഫക്ട് ചെയ്യുന്ന മ്യൂട്ടേഷൻസിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് മ്യൂട്ടേഷൻ. ഓക്കെ ആണല്ലോ. പിന്നെ അഡീഷൻ, ക്രോമസോമിന്റെ ഒരു പാർട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷൻ, അല്ലെങ്കിൽ ഇൻസർഷൻ എന്ന് വിളിക്കാം. ഒരു പാർട്ട് അങ്ങ് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഡിലീഷൻ മ്യൂട്ടേഷൻ. ഒരു പാർട്ടിനെ റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു പാർട്ട് വന്നു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ. നമുക്ക് അങ്ങനെയൊക്കെയാണ് നമ്മൾ വിളിക്കുക. ഓക്കെ ആണല്ലോ. ഇതൊക്കെയാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മ്യൂട്ടേഷനിൽ നമ്മൾ പറയുന്നത്. നമുക്ക് ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞ ജെനറ്റിക് ഡിസോർഡേഴ്സ് ആണ് പറയുക. ഡിഫറെന്റ് ജെനറ്റിക് ഡിസോർഡേഴ്സ് അതാണ് നമ്മൾ പറയുന്നത്. ടോപ്പിക്കാണ് ജെനറ്റിക് ഡിസോർഡേഴ്സ്. ഓക്കെ ആണല്ലോ. ജെനറ്റിക് ലെവലിൽ DNA ലെവലിൽ വരുന്ന ഡിസോർഡേഴ്സിനെയൊക്കെയാണ് നമ്മൾ ജെനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ജെനറ്റിക് DNA ലെവലിൽ അല്ലെങ്കിൽ ജീനിന്റെ ലെവലിൽ വരുന്ന ഡിസോർഡേഴ്സിനെയൊക്കെയാണ് നമ്മൾ ജെനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുക. ഈ ജെനറ്റിക് ഡിസോർഡർ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ജെനറ്റിക് ഡിസോർഡറിനെ നമുക്ക് മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. Disorder which affect a single gene, which affect a single gene. Which affect a single gene. നമ്മൾ ജീനിനെ കുറിച്ചൊക്കെയുള്ള ഫസ്റ്റ് ഐഡിയ നമുക്ക് വന്ന മെൻഡലാണ്. അതുകൊണ്ട് നമ്മൾ ഡിസോർഡേഴ്സ് വിച്ച് അഫക്ട് എ സിംഗിൾ ജീൻ, അങ്ങനെയുള്ള ഡിസോർഡർ നമ്മൾ വിളിക്കുന്ന പേരാണ് മെൻഡേലിയൻ ഡിസോർഡർ. മെൻഡേലിയൻ ഡിസോർഡർ, ഡിസോർഡർ ആണ്. അപ്പോൾ നമുക്ക് ജെനറ്റിക് ഡിസോർഡേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. Disorders which affect a single gene, that is called as Mendelian disorder, and disorders which affect entire chromosome. നമ്മൾ ഓർമ്മിക്കുക, ഒരു ക്രോമസോമിന്റെ ചെറിയൊരു പാർട്ട് മാത്രമാണ് ഒരു ജീൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു ജീനിനെ അഫക്ട് ചെയ്യുന്ന മ്യൂട്ടേഷനെയാണ് മെൻഡേലിയൻ ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. എന്നാൽ എൻറ്റയർ ക്രോമസോമിനെ അഫക്ട് ചെയ്യുന്ന, എൻറ്റയർ ക്രോമസോം എന്ന് പറയുമ്പോൾ ക്രോമസോമിന്റെ നമ്പർ ആവാം, ക്രോമസോമിന്റെ സൈസ് ആവാം, ക്രോമസോമിന്റെ ഷേപ്പ് ആവാം, ഇങ്ങനെയൊക്കെ ആവാം. ക്രോമസോമിനെ അഫക്ട് ചെയ്യുക മീൻസ് ക്രോമസോമിന്റെ നമ്പർ അഫക്ട് ആവാം, ക്രോമസോമിന്റെ സൈസ് അഫക്ട് ആവാം, ക്രോമസോമിന്റെ ഷേപ്പ് ഒക്കെ അഫക്ട് ആവാം. അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഓക്കെ ആണല്ലോ. മെൻഡേലിയൻ ഡിസോർഡർ ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഓക്കെ ആണല്ലോ. സിംഗിൾ ജീനിനെ അഫക്ട് ചെയ്താൽ മെൻഡേലിയൻ ഡിസോർഡർ, എൻറ്റയർ ക്രോമസോമിനെ എന്ന് പറയുമ്പോൾ ക്രോമസോമിന്റെ നമ്പർ, ക്രോമസോമിന്റെ സൈസ്, ഷേപ്പ് ഇതിനെയൊക്കെ അഫക്ട് ചെയ്യുകയാണെങ്കിൽ ക്രോമസോമൽ ഡിസോർഡർ എന്ന് വിളിക്കാം. ഇനി നമുക്ക് ഈ മെൻഡേലിയൻ ഡിസോർഡർ എന്ന് പറയുമ്പോൾ സിംഗിൾ ജീനിൽ വരുന്നതാണ്. അപ്പോൾ ഒരു സിംഗിൾ ജീനിന് എന്തെങ്കിലും മ്യൂട്ടേഷൻസ് വന്നുണ്ടാകുന്നതാണ് മെൻഡേലിയൻ ഡിസോർഡർ എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ. ഇനി മെയിൻ ആയിട്ടുള്ള മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. മേജർ ടൈപ്പ് ഓഫ് മെൻഡേലിയൻ ഡിസോർഡേഴ്സ് നമ്മൾ പറയാൻ പോവുകയാണ്. കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണ്. ഓക്കെ ആണല്ലോ. ഒന്നാണ് നമ്മൾ ഓൾറെഡി പഠിച്ച ഫീനൈൽ കീറ്റോൺ യൂറിയ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പ്ലിയോട്രോപ്പിക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചായിരുന്നു ഫീനൈൽ കീറ്റോൺ യൂറിയ. ഇനി വേറൊരു എക്സാമ്പിൾ ആണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ. വേറൊരെണ്ണമാണ് ഹീമോഫീലിയ. മറ്റൊരു ഡിസോർഡർ ആണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. ഇതെല്ലാത്തിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. സിസ്റ്റിക് ഫൈബ്രോസിസ് ഇതൊക്കെയാണ് ഫിനൈൽ. പിന്നെ പറഞ്ഞാണ് തലസീമിയ.
ഓക്കെ ആണല്ലോ. ഫിനൈൽകീറ്റോണുറിയ, സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, തലസീമിയ, കളർ ബ്ലൈൻഡ്നെസ്, ഇതൊക്കെയാണ്. ഓക്കെ, ഈ പറഞ്ഞ മെന്റലിയൻ ഡിസോർഡേഴ്സ് ഇതൊക്കെയാണ് ജനറലി നമ്മൾ പറഞ്ഞ മെന്റലിയൻ ഡിസോർഡേഴ്സ്. ഈ ജനറലി പറഞ്ഞ ക്രോമസോമൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നമ്മുടെ സൈസ് ആവാം, ഷേപ്പ് ആവാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ നമ്പറിനെ ബേസ് ചെയ്തിട്ടുള്ളത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്രോമസോം നമ്പറിൽ ചേഞ്ച് ഉണ്ടാകുന്ന അങ്ങനെയുള്ള ക്രോമസോമൽ അബറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലോയിഡി. ഓക്കെ ആണല്ലോ. ഈ പ്ലോയിഡി നമുക്ക് പല രണ്ട് തരത്തിൽ പറയാം, പോളിപ്ലോയിഡി ആൻഡ് അന്യൂപ്ലോയിഡി. പോളിപ്ലോയിഡി ആൻഡ് അന്യൂപ്ലോയിഡി. പോളിപ്ലോയിഡി ആൻഡ് അന്യൂപ്ലോയിഡി. പോളിപ്ലോയിഡി എന്താന്ന് പറയാം. ഇപ്പൊ നമ്മളുടെ ക്രോമസോം നമ്പർ നമ്മളുടെ 2n is equal to 46 ആണ് അല്ലെ. അല്ലെങ്കിൽ നമുക്കറിയാം 2n is equal to 2 into 23 is equal to 46 ആണ് നമുക്കറിയാം നമ്മളുടെ ക്രോമസോം നമ്പർ. കാര്യം നമ്മൾ ഡിപ്ലോയിഡ് ആണ്. ഈ ഡിപ്ലോയിഡ് എന്നുള്ളത് 2n എന്നുള്ളത് മാറി 3n, അതായത് 3 into 23 അല്ലെങ്കിൽ 4n ആവുക, 4 into 23. ഇങ്ങനെ ക്രോമസോം നമ്പർ ചേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിപ്ലോയിഡി. അതായത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെറ്റ്സ് ഓഫ് ക്രോമസോം, അതാണ് ഇവിടെ വരിക. ഇസ് ഈക്വൽ ടു ഇൻക്രീസ് ആണ്, ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെറ്റ്സ് ഓഫ് ക്രോമസോം. ആ സെറ്റ് കൂടുന്നു. ഇപ്പൊ ഇവിടെ 2 സെറ്റാണുള്ളത്, 2 സെറ്റിനുള്ളത് 3 സെറ്റും 4 സെറ്റും ഒക്കെ ആയി മാറുന്നു. അതാണ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെറ്റ് ഓഫ് ക്രോമസോം. അതിനാണ് നമ്മൾ പോളിപ്ലോയിഡി എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ കേസ് എടുക്കുക അങ്ങനെയല്ല. അന്യൂപ്ലോയിഡ് കേസ് അങ്ങനെയല്ല. അന്യൂപ്ലോയിഡ് കേസിൽ ഇപ്പൊ നമ്മളുടെ ക്രോമസോം നമ്പർ 46 ആണ് അല്ലെ. 46 ആണ് ക്രോമസോം നമ്പർ. ആ 46 എന്നുള്ളത് മാറി ഒന്നുകിൽ 47 ആവുക, അല്ലെങ്കിൽ 48 ആവുക, അല്ലെങ്കിൽ കുറഞ്ഞിട്ട് 45 ആവുക, 44 ആവുക. ഇങ്ങനെയൊക്കെ ക്രോമസോം നമ്പർ ചേഞ്ച് ചെയ്യുന്നു. അതിനെയാണ് അന്യൂപ്ലോയിഡ് എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ. അന്യൂപ്ലോയിഡിൽ 46 എന്നുള്ളത് 47, അതായത് 1-2 ക്രോമസോം കൂടുന്നു, അല്ലെങ്കിൽ 1-2 ക്രോമസോം കുറയുന്നു. ഇവിടെ അങ്ങനെയല്ല, സെറ്റ് ആണ് കൂടുന്നത്. ഒരു സെറ്റ് കൂടി പോകുന്നു, ഒരു സെറ്റ് കൂടുന്നു. ഇപ്പൊ 2n എന്നുള്ളത് 3n ആവുന്നു, 4n ആവുന്നു. അപ്പൊ 3 into 23, 4 into 23 അങ്ങനെയാണ് ക്രോമസോം നമ്പർ ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, 1-2 ക്രോമസോം കൂടുന്നു, 1-2 ക്രോമസോം കുറയുന്നു. ഇതാണ് അന്യൂപ്ലോയിഡി. അന്യൂപ്ലോയിഡിക്ക് കാരണം ഇതാണ്, ഗെയിൻ ഓർ ലോസ് ഓഫ് ക്രോമസോം ആണ്. അന്യൂപ്ലോയിഡി ഈസ് ഡ്യൂ ടു ഗെയിൻ ഓർ ലോസ് ഓഫ് ക്രോമസോം. ഗെയിൻ ഓർ ലോസ് ഓഫ് ക്രോമസോം. ഇത് നടക്കുന്നത് എപ്പോഴെന്നറിയോ? അനാഫേസ് 2-ലാണ് നടക്കുന്നത്. അനാഫേസ് 2-ലാണ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ. ഗെയിൻ ഓർ ലോസ് ഓഫ് ക്രോമസോംസ് അറ്റ് അനാഫേസ്. ഇതാണ് ഇതിന് കാരണം. അനാഫേസ് 2-ന്റെ സമയത്ത് ക്രോമസോം ഈക്വൽ ആയിട്ട് 23 ക്രോമസോം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പോകേണ്ടതാണ്. ആ സമയത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ 46 ക്രോമസോം എന്നുള്ളത് 23 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ 23 പകരം 24, 22 എന്ന് സ്പ്ലിറ്റ് ചെയ്യുന്ന അവസ്ഥ, അങ്ങനെയുള്ള സമയങ്ങളിലാണ് അന്യൂപ്ലോയിഡി ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ 46 എന്നുള്ളത് കറക്റ്റ് 23 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ജങ്ഷൻ. ഓക്കെ ആണല്ലോ. അനാഫേസ് 2-ൽ നടക്കുന്ന പ്രോസസ് ആണ് ഡിസ്ജങ്ഷൻ. എന്നാൽ അനാഫേസ് 2-ൽ ഡിസ്ജങ്ഷൻ പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ അതാണ് അന്യൂപ്ലോയിഡിക്ക് കാരണം. അപ്പൊ അന്യൂപ്ലോയിഡി ഈസ് ഡ്യൂ ടു നോൺ ഡിസ്ജങ്ഷൻ. ഡിസ്ജങ്ഷൻ നടക്കാതിരിക്കുന്നു, അതായത് നോൺ ഡിസ്ജങ്ഷൻ ആണ് അന്യൂപ്ലോയിഡിക്ക് കാരണം. അപ്പൊ അന്യൂപ്ലോയിഡി ഈസ് ഡ്യൂ ടു നോൺ ഡിസ്ജങ്ഷൻ. ഡിസ്ജങ്ഷൻ മീൻസ് ക്രോമസോംസ് ഈക്വലായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് പോവുക, ഈക്വലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നതിനാണ് ഡിസ്ജങ്ഷൻ. അങ്ങനെ ഡിസ്ജങ്ഷൻ നടക്കാതെ വരുന്നതിനെയാണ് നമ്മൾ നോൺ ഡിസ്ജങ്ഷൻ എന്ന് വിളിക്കുക. നോൺ ഡിസ്ജങ്ഷൻ ആണ് അന്യൂപ്ലോയിഡിക്കുള്ള കാരണം. ഓക്കെ ആണല്ലോ. അപ്പൊ അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ഗെയിൻ ഓർ ലോസ് ഓഫ് ക്രോമസോംസ് ഡ്യൂറിങ് അനാഫേസ് 2. അതാണ്. അപ്പൊ അനാഫേസ് 2-ൽ നടക്കുന്ന ക്രോമസോമിന്റെ ആ സെപ്പറേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ജങ്ഷൻ. അങ്ങനെ പ്രോപ്പറായിട്ട് ഡിസ്ജങ്ഷൻ നടക്കാതിരിക്കുന്നതിനെ പറയുന്ന പേരാണ് നോൺ ഡിസ്ജങ്ഷൻ. ഈ നോൺ ഡിസ്ജങ്ഷൻ ആണ് എന്തിന് അന്യൂപ്ലോയിഡിക്കുള്ള കാരണം.
ഓക്കെ ആണല്ലോ. ഇതാണ് അന്യൂപ്ലോയിഡിക്കുള്ള കാരണം എന്ന് പറയുക. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് മെന്റേലിയൻ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത് മെന്റേലിയൻ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മെന്റേലിയൻ ഡിസോർഡറിനെ കുറിച്ച് പറയുകയാണ് കളർ ബ്ലൈൻഡ്നെസ്. കളർ ബ്ലൈൻഡ്നെസിന്റെ സ്പെഷ്യാലിറ്റി ഇതിന് കാരണമായ ജീൻ ഇരിക്കുന്നത് എക്സ് ക്രോമസോമിലാണ്. അപ്പൊ നമുക്ക് പറയാം ഇറ്റ്സ് ആൻ എക്സ് ക്രോമസോം ലിങ്ക്ഡ് ഓർ സിംപ്ലി എക്സ് ലിങ്ക്ഡ് ഇൻഫ്ലുവൻസ്, എക്സ് ലിങ്ക്ഡ് ഡിസീസ് ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പം എക്സ് ക്രോമസോമിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഓട്ടോസോംസ് ഉണ്ട്, അലോസോംസ് ഉണ്ട്. ഇപ്പോൾ അലോസോംസ് ഓർ സെക്സ് ക്രോമസോമിൽ ഓട്ടോസോം അല്ലെങ്കിൽ അലോസോം അല്ലെങ്കിൽ സെക്സ് ക്രോമസോമിൽ വരുന്ന അലോസോം അല്ലെങ്കിൽ സെക്സ് ക്രോമസോമിൽ അങ്ങനെ വരുന്ന ജീനുകളെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്സ് ലിങ്ക്ഡ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. സെക്സ് ലിങ്ക്ഡ് ജീൻസ് അല്ലെങ്കിൽ സെക്സ് ലിങ്ക്ഡ് ഡിസീസസ് എന്ന് വിളിക്കും. അപ്പോൾ എക്സ് ക്രോമസോമിലോ വൈ ക്രോമസോമിലോ അതാണ് നമ്മുടെ സെക്സ് ക്രോമസോം. എക്സ് ക്രോമസോമിലോ വൈ ക്രോമസോമിനെ നമ്മൾ വിളിക്കുന്നതാണ് സെക്സ് ക്രോമസോം അല്ലെങ്കിൽ അലോസോം. ഈ സെക്സ് ക്രോമസോമിൽ വരുന്ന ജീനുകളെ അല്ലെങ്കിൽ സെക്സ് ക്രോമസോമിൽ വരുന്ന അസുഖങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്സ് ലിങ്ക്ഡ് ജീൻ അല്ലെങ്കിൽ സെക്സ് ലിങ്ക്ഡ് ഡിസീസ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഓട്ടോസോമിൽ വരുന്ന ജീനുകളെ ആണെങ്കിൽ ഓട്ടോസോമിൽ വരുന്ന ജീനുകളെ അല്ലെങ്കിൽ ഓട്ടോസോമിൽ വരുന്ന ഡിസീസ് ആണെങ്കിൽ നമ്മൾ ഓട്ടോസോമൽ ജീൻ അല്ലെങ്കിൽ ഓട്ടോസോമൽ ഡിസീസ് എന്നാണ് വിളിക്കുന്നത്. ഓട്ടോസോമൽ ജീൻസ് ഓർ ഓട്ടോസോമൽ ഡിസീസസ് എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ കളർ ബ്ലൈൻഡ്നെസ് ഒരു എക്സ് ലിങ്ക്ഡ് ഡിസീസ് ആണ്. എന്താ ഇപ്പൊ എക്സ് ലിങ്ക്ഡ് ഡിസീസ് മീൻസ് എക്സ് ജീൻ എക്സ് ക്രോമസോമിലാണ് ഇത് വരുന്നത്. ഓക്കെ ആണല്ലോ. എക്സ് ലിങ്ക്ഡ് ജീൻസിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഹ്യൂമന്റെ മെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ഒരു ജീനിന് 2 കോപ്പി ഉണ്ട്, 2 അലീൽ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഹ്യൂമൻ മെയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു എക്സും ഒരു വൈയും ആണുള്ളത്. അപ്പൊ ഹ്യൂമന്റെ എക്സ് ക്രോമസോമിലും വൈ ക്രോമസോമിലും ഉള്ള ജീനുകൾക്ക് ഒറ്റ ഒരു കോപ്പി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതിനൊരിക്കലും ഹോമോ സൈഗസ് ഹെട്രോസൈഗസ് എന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ പറഞ്ഞു ജീനിന് 2 കോപ്പിയാണുള്ളതെന്ന് പറഞ്ഞു അല്ലെ, അച്ഛനിൽ നിന്ന് വരുന്നൊരു കോപ്പിയും അമ്മയിൽ നിന്ന് വരുന്നൊരു കോപ്പിയും. എന്നാൽ ഹ്യൂമൻ മെയിൽസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ക്രോമസോം എക്സ് ക്രോമസോമും ഒരു ക്രോമസോം വൈ ക്രോമസോമും ആണ്. ഓക്കെ ആണല്ലോ. ഒരു ക്രോമസോം എക്സ് ക്രോമസോമും ഒരു ക്രോമസോം വൈ ക്രോമസോമും ആണ്. അതുകൊണ്ട് ഇതിലെ ജീനുകൾ ഈ എക്സ് ക്രോമസോമിലെ ജീനുകളൊന്നും ജീനിന് ഒരു കോപ്പി ഉണ്ടാവുകയുള്ളൂ. അതുപോലെ വൈ ക്രോമസോമുകളിലെ ജീനിനും ഒരു കോപ്പി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ആ കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെമി, പകുതിയേ ഉണ്ടാവുള്ളൂ. ഹെമി സൈഗസ് കണ്ടീഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. എക്സ് ക്രോമസോമിലെയും വൈ ക്രോമസോമിലെയും ജീനുകൾക്ക് ഒരു കോപ്പി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് as ഹെമി സൈഗസ് കണ്ടീഷൻ. ഈ ഹെമിസൈഗസ് കണ്ടീഷന്റെ സ്പെഷ്യാലിറ്റി ആണെങ്കിൽ ഈ ഹെമിസൈഗസ് കണ്ടീഷനിൽ ഓൾ ജീൻസ് വിൽ ഗെറ്റ് എക്സ്പ്രസ്, എല്ലാ ജീനുകളും എക്സ്പ്രസ് ചെയ്തിരിക്കും. അതാണ്. അപ്പൊ ഡോമിനന്റ് ആയിക്കോട്ടെ റിസസീവ് ആയിക്കോട്ടെ അതൊന്നേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, അവരത് എക്സ്പ്രസ് ചെയ്യും. വിൽ ഗെറ്റ് എക്സ്പ്രസ്. അവരുടെ എഫക്ട് ഡോമിനന്റ് ആണെങ്കിൽ ഡോമിനൻസ് അല്ലെങ്കിൽ റിസസീവ് ക്യാരക്ടർ ആണെങ്കിൽ റിസസീവ് ക്യാരക്ടർ കാണിക്കും. ഇപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് വന്നു കഴിഞ്ഞാൽ ഇവർ മാത്രമേ എഫക്ട് കാണിക്കുള്ളൂ, ഇവർക്ക് എഫക്ട് കാണിക്കാൻ കഴിയില്ല. എന്നാൽ ഒരു കണ്ടീഷൻ മാത്രം ടി എന്ന് പറയുന്ന കണ്ടീഷൻ മാത്രമേ വരികയുള്ളൂ. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഒരു ജീൻ ഒരു അലീൽ മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് ആ അലീൽ എന്ത് ചെയ്യും, എക്സ്പ്രസ് ചെയ്യും. മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ എക്സ് ലിങ്ക്ഡ് ഡിസീസുകളൊക്കെ മെയിൽസിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കളർ ബ്ലൈൻഡ്നെസ്സിനെ പോലൊക്കെയുള്ള എക്സ് ലിങ്ക്ഡ് ഡിസീസ് ഒക്കെ വരാനുള്ള ചാൻസ് ഇതാണ്. ഒരു പോപ്പുലേഷനിലെ 0.4% ഫീമെയിലിനും എന്നാൽ 8% മെയിലിനുമാണ് ഇത് വരിക. അതായത് 100ൽ 8 ആണുങ്ങൾക്കും 0. അപ്പോൾ എക്സ് ലിങ്ക്ഡ് അസുഖങ്ങളൊക്കെ മെയിൽസിന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെയാണ് പറയുന്നത്. ടോട്ടൽ ഒരു പോപ്പുലേഷനിൽ 0.4% ഫീമെയിലിനായിരിക്കും ഒരു എക്സ് ലിങ്ക്ഡ് അസുഖങ്ങൾ വരിക. അതായത് 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1000 പേരെ എടുത്തു കഴിഞ്ഞാൽ 4 സ്ത്രീകൾക്ക് മാത്രമായിരിക്കും ഇങ്ങനത്തെ അസുഖം വരാൻ ചാൻസ് ഉള്ളത്. എന്നാൽ 100
ആണുങ്ങളെ എടുത്തു കഴിഞ്ഞാൽ 8 ആണുങ്ങൾക്കും അതിൽ യേഴ്സും വരാനുള്ള ചാൻസ് ഉണ്ടാകും. ഇതാണ് പറയുന്നത്. എക്സ് ലിങ്ക്ഡ് കാര്യം, എക്സ് മെയിൽസിൽ ഒറ്റൊരു കോപ്പിയേ ഉള്ളൂ. അപ്പോൾ അതിൽ ഏതൊരു ജീൻ വന്നാലും എക്സ്പ്രസ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ടോട്ടൽ പോപ്പുലേഷനിൽ 0.4% ഫീമെയിൽസിനും 8% മെയിൽസിനുമാണ് ഇത് 0.4% ഫീമെയിൽസിനും 8% മെയിൽസിനുമാണ് എക്സ് ലിങ്ക്ഡ് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ ആണല്ലോ. ഇത്രയാണ് അവർക്ക് വരാനുള്ള ചാൻസ്. പ്രോബബിലിറ്റി ഇത്രയുമാണ്. കളർ ബ്ലൈൻഡ്നെസിന്റെ സ്പെഷ്യാലിറ്റി എന്നാൽ അവർക്ക് കളർ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു കളറിൽ നിന്ന് മറ്റൊരു കളറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കളർ ബ്ലൈൻഡ്നെസ് ആണ് റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ്. റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ് ആണ്. ഓർമ്മിച്ചു വെക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയെന്നാൽ പറയാം. ആപ്പിൾ ഉണ്ടല്ലോ, ആപ്പിൾ റെഡ് ആപ്പിളും ഉണ്ട്, ഗ്രീൻ ആപ്പിളും ഉണ്ട്. അതാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത്. ആപ്പിൾ അല്ല, മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കളർ ബ്ലൈൻഡ്നെസ് ആണ്. റെഡ് ആപ്പിളിനെയും ഗ്രീൻ ആപ്പിളിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ആയിട്ടുള്ള കളർ ബ്ലൈൻഡ്നെസ്. റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ് ആണ്. റെഡിനെയും ഗ്രീനിനെയും തമ്മിൽ അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതാണ് കളർ ബ്ലൈൻഡ്നെസിന്റെ കേസ് എടുക്കാം. ഇപ്പൊ കളർ ബ്ലൈൻഡ്നെസിന്റെ ഒരു ക്രോസ് നമുക്ക് ചോദിക്കുകയാണ്. എങ്ങനെയാണ് കളർ ബ്ലൈൻഡ്നെസിന്റെ ഒക്കെ ക്രോസ് വരുന്നത് എന്ന് പറയുകയാണ്. സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ വരാം. ഒരു കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു മാൻ, കളർ ബ്ലൈൻഡ് മാൻ മാരീസ് എ നോർമൽ വുമൺ. അപ്പൊ അവർക്ക് എങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് എന്നൊക്കെ പറയുകയാണ്. ഓക്കെയാണല്ലോ. അപ്പൊ നമുക്ക് എക്സ് ലിങ്ക്ഡ് ആണ്. ഇത് എക്സ് ലിങ്ക്ഡ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇത് എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസ് ആണ്. എക്സ് ലിങ്ക്ഡ് ആണ്, റിസസീവ് ഡിസീസ് ആണ്. ഓക്കെ ആണല്ലോ. റിസസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹോമോസൈഗസ് കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ എക്സ്പ്രസ് ചെയ്യുകയുള്ളൂ. അതായത് ഇപ്പൊ ഇങ്ങനെയാണ്, എക്സ് ക്രോമസോമിലാണ് വരുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ വരാം. എക്സ് എക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് നോർമൽ കണ്ടീഷൻ ആണ്. എന്നാൽ എക്സ് സി കളർ ബ്ലൈൻഡ്നെസിന്റെ ആണ് എക്സ് സി എന്ന് കാണിച്ചിരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എക്സ് സി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അത് അഫക്റ്റഡ് ആണ്, അവർക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകും. ഇനിയും എക്സ് സി എന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് അസുഖം ഉണ്ടാവില്ല, നോർമൽ ആണ്. ബട്ട് ദേ ക്യാൻ ആക്ട് ആസ് കാരിയർ. നമ്മൾ പുറമേ നോക്കുമ്പോൾ അവർക്ക് അസുഖമൊന്നും ഉണ്ടാവില്ല. കാര്യം ഇതാണ് ഇത് നമ്മൾ പറഞ്ഞു റിസസീവ് ഡിസീസ് ആണ്. അപ്പൊ ഇത് റിസസീവ് ആയിട്ടിരിക്കും, ഈ ഒരു ജീൻ റിസസീവ് ആയിട്ടിരിക്കും. അപ്പൊ ഒരു നോർമലായിട്ടായിരിക്കും നമുക്ക് അപ്പിയർ ചെയ്യുക. നോർമൽ ആണ്, ബട്ട് അവർക്ക് കാരിയർ ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിയും. അടുത്ത ജനറേഷനിലേക്ക് ഈ ജീനിനെ അവർക്ക് അല്ലെങ്കിൽ ഈ ക്രോമസോമിനെ പാസ് ചെയ്യിക്കാൻ കഴിയും. അങ്ങനെ ഇവരിത് കാരിയർ ആയിട്ടായിരിക്കും. അങ്ങനെ 3 കണ്ടീഷൻ ഉണ്ട്. എക്സ് എന്ന് പറയുമ്പോൾ നോർമൽ ആണ്, എക്സ് എന്ന് പറയുമ്പോൾ നോർമൽ ആണ് ബട്ട് കാരിയർ ആണ്, എക്സ് എന്ന് പറയുമ്പോൾ അഫക്റ്റഡ് ആണ്. നമുക്കിനി ഇത് ക്രോസ് ചെയ്യാം. അപ്പൊ മെയിൽസിൽ 2 കണ്ടീഷൻ മാത്രമേ വരികയുള്ളൂ. എക്സ് വൈയും എക്സ് വൈയും ഇത് നോർമൽ കണ്ടീഷൻ, ഇത് അഫക്റ്റഡ് കണ്ടീഷൻ. ഈ 2 കണ്ടീഷൻ മാത്രമേ മെയിൽസിൽ വരികയുള്ളൂ. ഓക്കെ ആണല്ലോ. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു നോർമൽ മാൻ ഒരു കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു വുമണിനെ കല്യാണം കഴിച്ചു. അപ്പൊ എന്താണ് സംഭവിക്കാൻ ചോദിക്കാം. എ നോർമൽ മാൻ മാരീസ് എ കളർ ബ്ലൈൻഡ് വുമൺ. അങ്ങനെയുള്ള ആ ഒരു കണ്ടീഷൻ എന്താണ് സംഭവിക്കാൻ നോക്കാം. എ നോർമൽ മാൻ എന്ന് പറയുമ്പോൾ എക്സ് വൈ മാരീസ് എ കളർ ബ്ലൈൻഡ് എന്ന് പറയുമ്പോൾ മാരീസ് എന്ന് പറയുമ്പോൾ ക്രോസ് വേണം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയൊക്കെയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.